കോന്നി പാറമട അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒരാളെ കണ്ടെത്താനുമുണ്ട്. അതിൻ്റെ തിരച്ചിൽ നാളെ പുനരാരംഭിക്കുകയും ചെയ്യും. 4 പേരാണ് അപകടത്തിൽപ്പെട്ട 2 ആളുകളെ ദുഷ്കരമായ സാഹചര്യത്തിലും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ചേരുകയാണ്. വലിയ ബുദ്ധിമുട്ടുള്ള ദൗത്യം, ഞങ്ങൾ പോലും കണ്ടു നിന്നാണ്. വലിയ കൂറ്റം പാറക്കല്ല് താഴോട്ട് വീഴുന്നത് വലിയൊരു ദൗത്യമായി തന്നെയായിരുന്നു അല്ലേ? അതെ, വലിയ ദൗത്യം. ഉച്ച കഴിഞ്ഞ് 3:20 മെസ്സേജ് ആദ്യം കോന്നി സ്റ്റേഷനിൽ കിട്ടി. കോന്നി സ്റ്റേഷൻ അറിയിച്ചത് പ്രകാരം 18-ാം നിലയത്തിൽ നിന്ന് നമ്മൾ കോന്നി ഏതാണ്ട് അടുത്തടുത്ത് തന്നെ എത്തി. അപ്പോഴേക്കും നമ്മൾ വന്നപ്പോഴും പലവട്ടം, അതായത് 4-5 പ്രാവശ്യം ഈ പാറ ഇടിഞ്ഞ് വീഴുന്ന ഒരു അവസരമുണ്ട്. ആ ഇടിഞ്ഞ് വീഴുന്നതിൻ്റെ അപ്പുറത്ത് പോയാണ് നമ്മുടെ ആൾക്കാർ, ഞാനുൾപ്പെടെ നമ്മുടെ ആൾക്കാർ ഒരു ബോഡിയെ എടുക്കുകയും ഒപ്പം 2 അപ്പുറത്ത് അകപ്പെട്ടു പോയ 2 പേരെ ഇപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തത്. അത് കഴിഞ്ഞൊരു 20-25 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും പടുകൂറ്റൻ പാറകൾ ഇടിഞ്ഞ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആ വഴി തന്നെ മുകളിൽ നിന്ന് പാറ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അത് ആ സമയം നമ്മുടെ കളക്ടർ ഉണ്ടായിരുന്നു, നമ്മുടെ ജില്ലാ ഫയർ ഓഫീസർ, എല്ലാ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് ലൈവ് വിഷ്വൽസ് കിട്ടിയിട്ടുള്ളതുമാണ്. ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം തീർച്ചയായും. അതായത് ഞാൻ അതാ പറഞ്ഞു, അതായത് ഒരു 35 മിനിറ്റോ 40 മിനിറ്റോ മുമ്പായിരുന്നു ഈ പാറ വീണിരുന്നെങ്കിൽ നമ്മുടെ ജീവനക്കാർ ഒരു 7 പേര് അപ്പുറത്തുണ്ടായിരുന്നു, അവരുടെ 2 പേരുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു 20-25 മിനിറ്റ് മുമ്പ് അത് കഴിഞ്ഞ് വീണ ആ സ്ഥലത്തൂടെയാണ് നമ്മൾ ഈ ബോഡിയെയും മറ്റ് 2 രക്ഷാപ്രവർത്തകരും ഇപ്പുറത്തെത്തിച്ചത്. വളരെ ദുഷ്കരമായ ജോലിയാണ്. ഇനി ഒരു എസ്കലേറ്റർ അവിടെ കുരുകിടപ്പുണ്ട്. ആ എസ്കലേറ്ററിൽ അതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ടാകുമെന്നാണ് ഒരു സംശയം. നാളെ രാവിലെ 7 മണിക്ക് സെർച്ചിങ് വീണ്ടും തുടങ്ങും. മോഡസ് ഓപ്പറാണ്ടി എങ്ങനെയായിരിക്കും ഇതിൻ്റെ നാളത്തെ വെതർ കണ്ടീഷൻ കൂടെ അനുസരിച്ച് നമുക്കൊരു കാര്യം. അപ്പോൾ ഇന്ന് വൈകിട്ട് പ്ലാൻ ചെയ്തത് നാളെ നമുക്കിവിടെ ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫയർഫോഴ്സിൻ്റെ എല്ലാ പണികളും അങ്ങനെ തന്നെയാണ്. ഒരു തീപിടുത്തം പോലും ഒരേപോലെയുള്ള തീപിടുത്തം ഉണ്ടെങ്കിൽ പല സ്ഥലത്താണെങ്കിൽ പല രീതിയിലാണ് നമ്മൾ മോഡ് ഓഫ് ഓപ്പറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ കൂടെ വെച്ച് കണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നിലവിലൂടെ രാത്രി വൈകി രാവിലെയോടുകൂടി മഴയൊക്കെ ഉള്ളതാണ്. അതും കൂടെ കണ്ടിട്ടതിന് ശേഷമേ നമുക്ക് മോഡ് ഓഫ് ഓപ്പറേഷൻ തീരുമാനിക്കാൻ പറ്റൂ. അതുകൂടാതെ തന്നെ വീണ്ടും ഈ പാറ ഇടിഞ്ഞ് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. നാളത്തെ വർക്കും അതീവ ദുഷ്കരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ജീവൻ പണയം വെച്ചൊരു പോരാട്ടം തന്നെയല്ലേ? അതെ, തീർച്ചയായും. അത്തരത്തിലുള്ള വലിയ ഒരു രക്ഷാദൗത്യത്തിനാണ് എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഇവരുടെ 7 ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോൾ, 7-ലധികം ഇവരെല്ലാം നിൽക്കുമ്പോഴാണ് കൂറ്റം പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത്. ഒരുപക്ഷെ സാർ സൂചിപ്പിച്ച പോലെ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരണം. എന്തായാലും സ്വന്തം ജീവൻ പണയം വെച്ചും തന്നെ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയ പത്തനംതിട്ട കോന്നിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് ടോണമിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.